കോൺഗ്രസ് നേതാവ് പവൻ ഖേരയുടെ തിരിച്ചറിയൽ കാർഡിനെ ചൊല്ലി വിവാദം. പവൻ ഖേരയ്ക്ക് 2 കാർഡുണ്ടെന്നും തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്നും BJP ആരോപിച്ചു. ആരോപണം തള്ളി പവൻ ഖേര രംഗത്തെത്തി. പഴയ തിരിച്ചറിയൽ കാർഡ് നീക്കാൻ നേരത്തെ തന്നെ അപേക്ഷ നൽകിയതാണ്. അത് ഒഴിവാക്കാത്തതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്നും പവൻ ഖേര പറയുന്നു. വിനിത വിജിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഈ കോൺഗ്രസ് അടുത്ത ബോംബ് പൊട്ടിക്കാനിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ തിരിച്ച് ഇത്തരത്തിലൊരു നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 2 മണ്ഡലങ്ങളിൽ ഉണ്ടോ വോട്ടേഴ്സ് ID? തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ വോട്ടറധികാർ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി തന്റെ പക്കലൊരു ഹൈഡ്രജൻ ബോംബ് കൂടി ഉണ്ട് എന്നും BJP കരുതിയിരിക്കണമെന്നും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് BJP പവൻ ഖേരയ്ക്കെതിരെ ഒരു ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് പവൻ ഖേരയുടെ തിരിച്ചറിയൽ കാർഡിനെ ചൊല്ലിയായിരുന്നു BJP വിവാദങ്ങൾ തുടങ്ങിവെച്ചത്. പവൻ ഖേരയ്ക്ക് 2 തിരിച്ചറിയൽ കാർഡ് ഉണ്ടെന്നായിരുന്നു അമിത് മാളവിയുടെ ഒരു ആരോപണം ഉണ്ടായിരുന്നത്. 2 കാർഡിനും 2 നമ്പർ എന്നും ഈ ആരോപണത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് നടന്നതെന്നായിരുന്നു BJP ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതിൽ പഴയ തിരിച്ചറിയൽ കാർഡ് കമ്മീഷനിൽ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് വളരെ കൃത്യമായി തന്നെ ഈ ആരോപണങ്ങളിൽ ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ പവൻ ഖേര നൽകിയിരിക്കുന്നത്. അതിൽ പവൻ ഖേര പറയുന്നത് ഈ പഴയ തിരിച്ചറിയൽ കാർഡ് നീക്കാൻ നേരത്തെ തന്നെ അപേക്ഷ നൽകിയിരുന്നുവെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ അത് ഒഴിവാക്കിയില്ല എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്നും പവൻ ഖേര പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൽ കുറ്റപ്പെടുത്തേണ്ടത് തന്നെയല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണെന്നാണ് പവൻ ഖേരയുടെ ഒരു മറുപടി ഉള്ളത്. തന്റെ വോട്ട് ഡൽഹിയിൽ BJPക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നൊരു ആരോപണം കൂടി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുകയാണ്. അതായത് BJP ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് തിരിച്ച് ശക്തമായിട്ടുള്ളൊരു മറുപടി തന്നെയാണ് പവൻ ഖേര നൽകിയിരിക്കുന്നത്. BJP ലക്ഷ്യം വെച്ചത് കോൺഗ്രസിനെയാണ്, പക്ഷേ ലക്ഷ്യം കൊണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്നത്തെ ഈ ആരോപണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഹൈഡ്രജൻ ബോംബിന് പിന്നാലെ പവൻ ഖേരയ്ക്കെതിരെ BJP ആരോപണം ഉന്നയിക്കുന്നു. 2 വോട്ടർ ID ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഇത് തന്റെ തെറ്റല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെറ്റാണെന്ന തരത്തിൽ തിരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് പവൻ ഖേര. പവൻ ഖേരയുടെ തിരിച്ചറിയൽ കാർഡിനെ ചൊല്ലിയാണ് ഇപ്പോൾ BJP പുതിയ ആരോപണമായി രംഗത്ത് വന്നിട്ടുള്ളത്. വിനിത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.